തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നെ കുരുതി കൊടുക്കരുതെന്ന് കോൺഗ്രസ് മുഖപത്രം തരൂരിനെ വിമർശിച്ചു. വിവാദങ്ങൾക്കിടെ CPM-നെ നരഭോജികളെന്ന് വിശേഷിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ശശി തരൂർ MP. സർക്കാർ അനുകൂല നിലപാട് തരൂർ സ്വീകരിക്കുന്നുവെന്ന വിമർശനത്തിനിടെയാണ് പോസ്റ്റ് പിൻവലിച്ചത്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് പരിശോധിച്ചു വരാം. ശശി തരൂർ ഇന്ന് ആദ്യമിട്ട പോസ്റ്റ് ഇതായിരുന്നു. ഫെബ്രുവരി 17-ാം തീയതി CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനം. ആ രക്തസാക്ഷിത്വ ദിനത്തിൽ KPCC ഡിജിറ്റൽ മീഡിയ സെൽ പുറത്തിറക്കിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ CPM നരഭോജികൾ കൊലപ്പെടുത്തിയ എന്നതാണ് ഇതിന്റെ തലക്കെട്ട്. ഇതാണ് ശശി തരൂർ ആദ്യം പങ്കുവച്ചത്. അത് KPCC ഡിജിറ്റൽ മീഡിയ സെൽ പുറത്തിറക്കിയ രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിജിറ്റൽ മീഡിയ പോസ്റ്ററായിരുന്നു. അതാണ് ഫേസ്ബുക്കിൽ ആദ്യം പങ്കുവച്ചത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പിൻവലിക്കുകയും അത് എഡിറ്റ് ചെയ്ത് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത് ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ്. ആദ്യമിട്ടത് CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ, രണ്ടാമതിട്ടത് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു എന്നുള്ളതാണ്. ശശി തരൂരിന്റെ ഓഫീസിന് മുന്നിൽ KSUവിന്റെ പേരിൽ പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു. നരഭോജികൾ തന്നെയാണ്, ആരല്ലെന്ന് എത്ര തവണ പറഞ്ഞാലും എന്നെഴുതിയ പോസ്റ്ററാണ് അല്പസമയം മുമ്പ് പതിച്ചിരിക്കുന്നത്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പിൻവലിച്ചതിനെ തുടർന്നാണോ KSUവിന്റെ ഈ പ്രതിഷേധം? അങ്ങനെ തന്നെയാണ്. കാരണം ശശി തരൂർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് പിൻവലിച്ചത് അവരുടെ രക്തസാക്ഷികളോടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രക്തസാക്ഷികളോടുള്ള ഒരു അപമാനമായിട്ടാണ് KSU പ്രവർത്തകർ കാണുന്നത് എന്ന് നേതാക്കൾ തന്നെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഇട്ടിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം എന്ന തരത്തിലാണ് ശശി തരൂരിന്റെ ഓഫീസിന് മുമ്പിൽ ഫ്രണ്ടിലെ ഗേറ്റിൽ അല്പസമയം മുമ്പ് ഒരു പോസ്റ്റർ വന്നത്. ആ പോസ്റ്ററിൽ കൃപേഷും ശരത്ലാലും ഒപ്പം ഷുഹൈബിന്റെയും പടമുണ്ട്. മട്ടന്നൂരിലെ കൊല്ലപ്പെട്ട ഷുഹൈബിന്റെയും പടമുണ്ട്. ഒപ്പം നരഭോജികൾ തന്നെയാണ്, ആര് അല്ലെന്ന് എത്ര തവണ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് എന്ന് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നു. കൃപേഷും ശരത്ലാലും ഷുഹൈബും ഒക്കെ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ കൊന്നു തള്ളിയ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളാണ് എന്നതാണ് പോസ്റ്ററിലുള്ളത്. ഒപ്പം KSUവിന്റെ ഒരു കൊടിയും ഓഫീസിന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ 2-3 ദിവസമായി ശശി തരൂരിൽ ചുറ്റിപ്പറ്റി കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമായി ഇതിനെ കാണാം. ശശി തരൂര് അടുത്ത ദിവസമാണ്, മറ്റന്നാളാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക. ഇതേ നിലപാടിൽ ശശി തരൂർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പരസ്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് ചില യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ നമ്മളോട് പറയുന്നത്. ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. KSUവിന്റെ വക പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് ഫേസ്ബുക്കിലല്ല, ഓഫീസിന് മുന്നിലാണ്.